സോ ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി തന്ന ജോൺ ബസാറിനോട് നന്ദി. ഇങ്ങനത്തെ ഒരു പടത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സന്തോഷം. ഗപ്പി പ്രൊഡക്ഷൻസ് ആണ് ഇതിന്റെ ഭാഗമാകാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും. സോ എന്റെ ഫ്രണ്ടിനോട് ഹായ്, എൻ്റെ പേര് അഖിൽ. ഇത് ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ആശാനോടെയുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ഒരു സോങ് ഞാൻ ഈ വേദിയിൽ ഈ ഹോട്ടലിൽ തന്നെ മറ്റൊരു സിനിമയായിട്ട് കമ്മിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന്. അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു റാപ്പ് സോങ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ രീതിയിൽ വരിക, സിനിമയിൽ എത്താന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷം. താങ്ക് യു. മലയാള സിനിമയില് വരാൻ പറ്റിയത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിലുപരി മലയാള സിനിമയെ പറ്റി പറയുന്നത് ഓർത്തിരിക്കുന്ന ചില ചലച്ചിത്ര ഗാനങ്ങളുടെ ഭാഗമാകാൻ പറ്റിയത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. അതിലുപരി സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിന്റെ സിനിമയായ 3 സിനിമകളിലും ഞാൻ ഭാഗമാക്കായി എന്നുള്ളതാണ്. ഇത് പ്ലാൻ ഒന്നുമല്ല. ഇത് തീർച്ചയായും അവൻ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പാട്ട് പാടുന്ന ഒരു എഗ്രിമെന്റും ഒന്നും നമ്മൾ തമ്മിലില്ല. പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു, ഞാൻ ഇതിന് മുന്നത്തെ അമ്പിളിലെ പാട്ട് ഞാൻ പാടി ആരാധിക്കുകയും I was not supposed to sing that song. വേറെ ഏതോ സോങ് ആണ് എനിക്ക് വെച്ചത് അല്ലേ. അവസാനം അതാണ് പ്ലാൻ അല്ല, അവസാന നിമിഷം എങ്ങനെ അത് വന്ന് ഭവിച്ചു. പക്ഷെ ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കുമ്പോൾ. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോൺ ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഓൾറെഡി ഈ പാടിയ പാട്ട് ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ സൂരജ് ഇവിടെ വരുമ്പം നമുക്ക് നിങ്ങളുടെ ഒരു റിലേഷൻ, നിങ്ങളുടെ മ്യൂസിക്കലായിട്ടുള്ള ഒരു ജേർണി ത്രൂ ദ ഫിലിംസ് ദാറ്റ് ജോൺ പോൾ ഹാസ് ക്രിയേറ്റഡ്, അത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം. ബിക്കോസ് എല്ലാ സിനിമയിലും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാനം എന്തായാലും മിനിമം ഗ്യാരണ്ടി ആണ് അല്ലേ. സോ ഷാൽ വി സ്റ്റാർട്ട് right at the very beginning? Sure. Can I welcome the musicians on stage? Joe Johnson on keyboard. തിരികെ വരും ചെറുതേനൽ മാനിടം തിരിനീട്ടുമീ കുളിരോർമകൾ തിരികെ വരും.
താങ്ക് യു സോ മച്ച്. ഈ ട്രെയിലർ ലോഞ്ച് നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത് ലൈഫിലാണ്. ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. മീൻസ് എന്തോ അത് മാറി കിട്ടിയില്ലേ? അവിടെ ഇരുട്ടായതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് മനഃപൂർവ്വം ഇരുട്ടല്ല ഇതിന്റെ മുമ്പിലൊന്ന് സംസാരിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ പണിയതായതുകൊണ്ട് ആരെയും കാണുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ജോൺ പറഞ്ഞോണ്ടാ ഇതിങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഞാൻ തന്നെ ലൈറ്റ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും വന്നു, ഭയങ്കര സന്തോഷം എല്ലാവരെയും ഇവിടെ കാണുമ്പോഴത്തേക്കിന്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് രസമായിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അത് മാത്രമല്ല ഞാൻ പല ചാനലുകളും രഞ്ജിത്ത് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ആൾക്കാർ ഇരുന്ന് കൈയും കടിക്കുന്നു. ഞാനിപ്പോ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് കൈ അടിച്ചു. അപ്പൊ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ടീമിനോടാണ്. കാരണം വെച്ചാല് അവരിവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തൊക്കെ വേറെ സ്പേസിലേക്ക് വെച്ചു. കാരണം അവരാ സിനിമ കണ്ടു, അവർക്ക് ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീം, പിന്നെ ദുൽഖർ. ഞങ്ങള് എൻ്റെ ഒരു ട്രാവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2010 ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നത്. ഞാൻ അത് ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയായിട്ട് അതൊന്ന് പറയണം തോന്നി. ആദ്യമായിട്ട് ഞാൻ 26 സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. 26ാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള. ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അപ്പോൾ ആ സിനിമ തന്നെ മലയാള സിനിമയെ ഒരുപാട് അവിടുന്നാണ് ട്രാഫിക്കിന് ശേഷം മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അദ്ദേഹം അപ്പം രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത് നന്ദിയോടെ ഓർക്കുന്നു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താൻ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ, നീലാകാശം പച്ചക്കടൽ, അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു 1.5 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ്, ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ. ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം അതിനൊന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളടാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമയെ എത്തിക്കുകയും ചെയ്തു. അവർക്കൊരു വലിയ നന്ദി കയ്യടിയും നമ്മുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ബിഫോർ എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂടെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു 10-15 സിനിമകൾ അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഗപ്പി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് 2016. 19 അമ്പിളി, പിന്നെ 22 രോമാഞ്ചം. അത് നിർമ്മിക്കുമായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്ത്. ഇപ്പോൾ ആ ചാനലിലേക്ക് നിൽക്കുന്നു. യാത്ര നല്ല രസമാണ്. ഇഷ്ടപ്പെട്ടു. അത് ശ്രീനിയേട്ടൻ, ഞാൻ ശ്രീനിവാസൻ, ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ്. അദ്ദേഹം നമ്മളോട് വിട്ടുപിരിച്ചു പോയി. ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളിലൂടെ എല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. അതെ, ഇത് ഒരു ആക്ച്വലി സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ഡയറക്ഷൻ ചെയ്തു, യു ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക്, അതിനോടനീളം ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ. ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ. അതെ അതെ, ഇതെല്ലാം കൂടെ നല്ല കേൾക്കുമ്പോൾ ടെൻഷൻ കൂടൂലേ? അത് അറിയില്ല. ഞാൻ ചെന്നൈയിലായിരുന്നു. സൂരജ് പറഞ്ഞ പോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സൂരജും വിഷ്ണു ആയിരുന്നു ആദ്യത്തെ 2 സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അവര് ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും പോയി. അവിടെ ചെന്ന് ഞാൻ മ്യൂസീഷ്യൻസിന്റെ കൂടെ ആയിരുന്നു ജീവിച്ചിരുന്ന. സുഷിൻ, യാക്സൻ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ജീവിച്ചപ്പോ എനിക്കിത് അറിയാം മീൻസ് അത് മനസ്സിലായി. അതെ, അപ്പം അത് ഞാൻ
പ്രാവർത്തികമാക്കി. ഞാൻ ട്രൈ ചെയ്തു. It's beautiful, I must say. മാത്രമല്ല ഇതൊരു ഫാമിലി പ്രോജക്റ്റും കൂടെയാണല്ലോ. അതെ. ഇത് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല, അന്നവും ഇതില് പ്രൊഡ്യൂസറാണ്. I think yes, and Suraj as well. നമുക്ക് അവരെ ഈ ഒരു ഇൻസ്റ്റന്റിലേക്ക് വിളിച്ചാൽ I think we can complete the production trio. Can you please welcome Annam John, the producer of Asha, along with Suraj. ഈ സിനിമയിലേക്ക് ആശാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു എനർജി. ഓക്കെ, ആശാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് അത് നിർത്താൻ പറ്റില്ല. എന്തായാലും ആശാൻ അല്ലാണ്ട് ഈ സിനിമയില് മറ്റൊരു ആശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജോൺ പോൾ പ്രൊഡ്യൂസർ ആയിരുന്നു, സൂരജ് ഫിലിം ജേക്കബും ഇതിന്റെ കൂടെ പ്രൊഡ്യൂസർ ആയിരുന്നു. ഓഫ് കോഴ്സ് അന്നം ഇസ് ഫാമിലി, പക്ഷെ സൂരജുമായിട്ടും ഈ സിനിമകളിലൊക്കെ ഉടനീളം ബന്ധമുണ്ട്. അമ്പിളിയുടെ EP ആയിരുന്നു, രോമാഞ്ചത്തിന്റെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസർ. എങ്ങനെയുണ്ട് ആശാൻ ആസ് എ പ്രൊഡ്യൂസർ? വാട്ട് ഷുഡ് ബി എക്സ്പെക്ട്? ആശാൻ ആക്ച്വലി ഒരു ടോട്ടൽ എന്റർടൈനർ ആണ്. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടായി കുഞ്ഞിക്കവളുടെ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് കരയും എന്നൊക്കെ ഉള്ളത്. അത് പിന്നെ ജോൺ എപ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉണ്ട് ഭാഗത്ത്, പക്ഷെ അത് തന്നെ ഒരു 90% ഫുൾ ഓൺ എന്റർടൈനർ ആണ്. സോ അത് അഷ്യൂർഡ് ആണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതിനുള്ള പ്രധാന റീസൺ രാധാകൃഷ്ണൻ ചേട്ടനാണ്. അത് ആ തിയേറ്ററിലെ ആ സൗണ്ടും ഇതും എല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ ആക്ച്വലി പലരും തിയേറ്ററിൽ കാണാതെ പലരും OTT കണ്ടിട്ട് പറഞ്ഞു അത്ര വർക്കായില്ല. ഞാൻ അന്നും പ്രൊമോഷൻസിന് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ആശാൻ ഇസ് വൺ ഓഫ് സച്ച് മൂവി. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. And Annam, as a producer of Ashan, Annam endaanu parayunnathu, John, you see him at home now, as a director, you followed his journey, ഏറ്റവും close ആയിട്ട് John's journey follow ചെയ്തിരിക്കുന്ന Annamമാണ്. ഇത് your first time as a producer, Annam join ചെയ്യുന്നത് ആദ്യമായിട്ടാണ്? പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം ഈ ഒരു ആശാൻ എന്ന ചിത്രത്തില് ഓൾറെഡി സൂരജ് പറഞ്ഞു, വാട്ട് ഇസ് അന്നംസ് എക്സ്പെക്ടേഷൻ? ഒരുപാട് സന്തോഷം. ആശാൻ എന്ന സിനിമ ഉണ്ടായി വരുന്നത് വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അത് പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പോൾ എന്ന ആളുടെ ലൈഫ് പാർട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സൂരജയുടെ പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്, പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രയാസമേറിയ ഒരു യാത്രയായിരുന്നു. സിനിമ നിർമ്മിക്കുക, അതിൻ്റെ കൂടെ നമ്മൾ പല പല സെക്ടറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സിനിമ നമുക്ക് ഇത്ര മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ ഹോൾ ക്രൂവിന് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴും പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് എന്തോരം ആൾക്കാരുടെ ഒരു എഫേർട്ടാണ്, കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിനൊരു എൻഡ് റിസൾട്ട് എന്ന് കാണിക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും ഇത്. ബട്ട് അനദർ തിങ് ലൈക്ക് ഐ വാസ് സേയിങ്, യു ഓൾസോ ഷെയർ ഹിസ് ലവ് ഫോർ മ്യൂസിക് അല്ലേ? അപ്പൊ ഐ വാസ് തിങ്കിങ് എന്തായാലും ജോൺ പോൾ ഇവിടെ ഉണ്ട്, നമുക്ക് ജോൺ പോളിന്റെ അടുത്ത് ആ ഒരു സംഗീതം നമുക്ക് ഇന്നത്തെ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മ, എനിക്ക് പാട്ട് കിട്ടിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അപ്പൊ അമ്മയോട് ഇരിപ്പുണ്ട്, അമ്മയോട് പറയുമ്പോൾ ഭയങ്കര ഇമോഷണലാണ്. അപ്പൊ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാനൊരു പാട്ട് പാടി കേൾക്കണമെന്ന്. അപ്പൊ ഞാനിത് വേറൊരാളെ കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ ഞാനൊരു ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ തന്നെ പാടി അതായത് ഞാൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം ഞാൻ ഈ കഴിഞ്ഞ ഈ പാട്ട് ഇറങ്ങുന്ന 2 ദിവസം മുമ്പാണ് എന്റെ ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. അതെ അതെ അതെ, അമ്മയുടെ ആഗ്രഹം. അതെ, അപ്പം ആശാനെ ഒന്ന് വരാമോ? ആശാൻ എടുത്ത് 2 പാടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട
കൊടുത്തു പോന്നെ ആ ഗ്യാപ്പ് കിട്ടിയപ്പോ വാപ്പയായിരുന്നു നമ്മുടെ നല്ലൊരു കൈയടിയിലേക്ക് welcome നമ്മുടെ സ്വന്തം സിനിമയ്ക്കകത്ത സിനിമയായതുകൊണ്ട് ക്യാമറയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പഠിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ നമ്മള് ആശാന്റെ കണ്ണുനിട്ട് കാത്തിരുന്നിട്ടൊക്കെ ഒരുപാട് പാടി കേട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ്. അതായത് കുഞ്ഞു ചില്ലിന കാഴ്ചയൊപ്പിടും മന്ദജാലമേ നന്ദി ചൊല്ലിട വാക്കിലുള്ളതോ രൂപമാകവേ നൂറു ഭാവമായി ഭംഗിയിട. അച്ഛൻ ഈ രണ്ടുപേരും പാടിയിട്ടുള്ളൂ, ബാക്കിയാകുമ്പോൾ ചിറകേ ചിറകേ വാനത്തേറാനോളം വന്നുവോ ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നുവോ പിന്നിടുന്ന ദൂരം നല്ലേ നല്ല പാതയാകും പോലെ ഉള്ളെടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാകും. ഇന്നലെ വരെ മണ്ണിലെങ്കിലും ഇന്നു ചിന്തകൾ പണിഞ്ഞു പോ നോവു തിന്നതും നോമ്പു നോറ്റതും മുന്നിലായിരം വർണ്ണചിത്രമാ ചിറകേ ചിറകേ വെൺവാനത്തേറാനോളം വന്നുവോ ചിരിയേ ചിരിയേ വിടരാനായി നീയും കൂടെ നിന്നുവോ നീടുന്ന ദൂരം മെല്ലെ നല്ല പാതയാകും പോലെ ഉള്ളിടുപ്പുകൾ വേഗം കൂടുന്നുണ്ടാവോ. താങ്ക് യു. നമ്മുടെ തന്നെ ക്രൂ ആയിരുന്നു, എല്ലാവരും ഫാമിലി ആയിരുന്നു. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ജോമൻ ചേട്ടൻ അഭിനയിച്ച എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി. വേറെ വല്ല ആക്ടേഴ്സ് ആയിരുന്നു ചിലപ്പോൾ സി സ്റ്റാൻഡിൽ എൻ്റെ തലക്ക് അടിച്ചേനെ. അപ്പൊ അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അത്രേ എനിക്ക് സംസാരിക്കാൻ അത്ര അറിയില്ല ഭയങ്കര. പിന്നെ ഞാൻ ഭയങ്കര എൻ്റെ അപ്പൻ ചേട്ടനാണ് എനിക്ക് വിളിച്ചത്. അപ്പനാണ് ഞാൻ ഭയങ്കര കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പൊ താങ്ക് യു അപ്പ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജോൺ ചേട്ടനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഇങ്ങനൊരു പടം എന്നെ പോലെ ഒരു ന്യൂ കമറിനെ വിശ്വസിച്ച് എന്റെ കയ്യിൽ തന്നു. ഞാനത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പൊ കൺഫേം ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്തോ? തീർച്ചയായും. ഓക്കെ, നീ വിശ്വാസത്തോടെ പറഞ്ഞു. പ്രതീക്ഷനെ കഴിഞ്ഞു. ഇതിന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇതൊരു തുടക്കം മാത്രമാവട്ടെ. ഇനി നിരവധി സിനിമകൾ കാണാൻ പറ്റും. VFX ടീമിന് വേണ്ടി എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന കുറെ പേരുണ്ട്. നിങ്ങൾ VFX വിഷ്വൽസ് മാത്രമേ ചെയ്യുള്ളൂ? വിഷ്വൽ എഫക്ട്സേ ഉള്ളോ? തൗഫീഖ്. അല്ലേ, അതാണ് പറഞ്ഞത്. ഷാമിനെ ഇഷ്ടം പ്രൊഡ്യൂസർ ഡയറക്ടറൊക്കെ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചധികം നാള് സിനിമയുടെ സൈഡിൽ വർക്ക് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഈ സിനിമയിൽ ഫില്ല് ചെയ്യാൻ പറ്റി. ഭയങ്കര ഇന്നലെ റൂമിനുള്ളിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ VFXന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ
അതൊരു ലേണിംഗ് ലെസൺ ആയിരുന്നു. ബിക്കോസ് ഐ നെവർ തോട്ട് ഞാനൊരു മൂവി ചെയ്യുന്ന സ്പെഷ്യലി This is also your first film. It's my Oh, first film. wonderful. അപ്പം ആൻഡ് എസ്പെഷ്യലി ലെജൻഡറി ആയിട്ടുള്ള ശോഭ ചേട്ടൻ, ഇന്ദ്രൻ സർ, ഇവരുടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ആൻഡ് ക്രൂ എസ്പെഷ്യലി ജോൺ ഏട്ടൻ എല്ലാവരും. It was a wonderful experience for me. I'm sure. But I have to tell you, ഇത്രയും അധികം newcomers ഇതിന്റെ ഒരു behind the camera work ചെയ്യുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ it looks like, you know, professionally കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് അത് നിങ്ങൾ ബ്യൂട്ടിഫുള്ളി അതിനൊരു മിക്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. നന്നായിട്ട് വർക്ക് ചെയ്തു. അതെ, അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ സിനിമ നമ്മൾ കാണാൻ പോകുന്നതെന്നൊന്നും എല്ലാവരും ഓർമ്മിപ്പിക്കാം. ഫെബ്രുവരി 5 കാണാം. ഇനി നമ്മളെല്ലാവരും ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ ഒരു വലിയ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു ചെറിയൊരു സംഭവം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ജസ്റ്റ് റീസെന്റ് ഒരു സ്റ്റേറ്റ് അവാർഡ് ഒക്കെ പ്രഖ്യാപിച്ചു. അതിന്റെ ഒരു ജേതാവ് സ്റ്റേജിൽ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് ആദരിക്കാതെ നമ്മൾ വിടാൻ പാടുമോ? അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ഐ വെൽക്കം. ഷോക്കായി പോയില്ലേ? എനിക്ക് തന്ന പണിയാ, ഞാൻ ചെയ്യും. അന്നം ജോൺ പോൾ along with സൂരജ് ഒരു കലാകാരനാണ് നമ്മുടെ കൂടെ with so much experience. ഒരു പൊന്നാട് അണിയിച്ച് നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം. A master of sound design, ആശാൻ എന്ന ചിത്രത്തിൽ നമ്മുടെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന അതിന്റെ മാപ്പിനെ മാറ്റിയെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ ആണ്. സോ അല്ലേ, എനിക്ക് കണ്ടുപിടിക്കാൻ പോയത്. താങ്ക് യു സോ മച്ച്.
right, sing it out. 1, 2, 3. എന്റെ നിന്നെ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ ആരാധിയേ മണ്ണുതിരുമ്പടിയേ ഒരു നാട്ടിലും അതിനമ്പളന്നു ചേരും പിതാക്കൾ പോലെ നിലാവിൽ പാരും നിനക്കു തണലായി ഞാൻ നിനക്കു തുണയായി ഞാൻ പല കനവുകൾ പലരിരവുകൾ നിറമണി കഥയെഴുതുവാൻ ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ മണ്ണുതിരും അതിലുള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊരു ചെറിയ ഇവന്റ് ആയിരുന്നു, ഇതോടുകൂടി ഇതൊരു വലിയ ഇവന്റായി മാറി എന്ന് ഞാൻ മനസ്സിലായി. പിന്നെ ഫാമിലി, മമ്മൂക്ക എല്ലാം ഈ സിനിമയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ജോമേട്ടൻ DQ ഷൂട്ടിലാണ്, വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ MT സിനിമാസിന്റെ ഈ ഒരു ചെറിയ സിനിമ സ്വീകരിക്കുകയും അതെല്ലാവരിലേക്ക് എത്തിക്കാനും മമ്മൂക്ക കാണിച്ച ആ ഒരു മനസ്സ് മമ്മൂക്ക നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. ചേട്ടാ, നമ്മുടെ കൂടെ ഇന്ന് മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. മമ്മൂക്ക ഇന്ന് നമ്മുടെ രാജ്യം തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. എന്താണ് ചേട്ടനും നമ്മുടെ മമ്മൂക്കനെ കുറിച്ച് പറയാൻ തോന്നുന്നത്? നമുക്ക് ഞങ്ങൾ ഒരുപാട് നല്ല സ്വപ്നം കാണാൻ വേണ്ടിയിരിക്കുന്നതാണ്. അതുപോലെ അഭിനയിക്കണം, അങ്ങനെ ആവണം എന്നൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അഭിമാനം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചിരുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ആശ. ആദ്യമായിട്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത് എപ്പോഴായിരുന്നു? ഏത് സിനിമയിലാണ് ചേട്ടൻ? കുറേ ഉണ്ടല്ലേ പറഞ്ഞു തുടങ്ങിയാൽ. അതെ, മമ്മൂക്കയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 5 പതിറ്റാണ്ടായി 400-ൽ പരം ചിത്രങ്ങളായി നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ്, ഇപ്പോൾ രാജ്യം തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്മളുടെ സ്വന്തം ഒരു മഹത്തായ ഒരു ലെജൻഡറി ലിവിംഗ് ആക്ടർ ആണ്, ലെജൻഡ് ആണ്. മലയാള സിനിമയുടെ ഒരു മുഖമാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എത്ര ഭാഷകളിൽ എക്സാംപിൾ ആയ റോൾ. വിതിൻ ചേട്ടൻ മമ്മൂക്കയുടെ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കട്ടെ. ഇപ്പൊ അടൂർ സാറിന്റെ പദയാത്ര എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയോടൊപ്പം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സിനിമ, അതിലും അഭിനയിക്കുന്നു. പറയാത്തെ
പറഞ്ഞു വരുന്നില്ല. എത്ര കഥാപാത്രങ്ങൾ അല്ലേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ കാലഘട്ടത്തിലും. അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം. 109 സിനിമ കോസ്റ്റ്യൂമറായിരുന്നു. അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ്. ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്ക, if we could please welcome you on stage and we want to honor you with a small token of our love from Team Asha. Asha നല്ലൊരു ഐഡിയ ആവാം. Ladies and gentlemen, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ RTS നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിൽ ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ എവിടെയെങ്കിലും എണ്ണിപ്പറക്കാം. ഫേവറേറ്റ് ഫിലിംസിൻ്റെയാണ്. ഇവിടെ വീട്ടിൽ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകരെ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. പേപ്പർ ഇതിനു വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്ന എന്താണെന്ന് അറിഞ്ഞാൽ, ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്തിന് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ വേറെ എങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്നെ പേടിച്ച് കടുതം പോലെയൊന്നുമല്ല. പുള്ളി വന്ന് ചുമ്മാ രസം എനിക്ക് ഒരു കുഴപ്പമുണ്ട്, കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് ഒരേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാളെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ സിനിമ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ നിയമന്മാരാരുമില്ല, എന്നാലും നല്ല അഭിനയം കഴിച്ചു വെച്ച്. ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ. ഞാൻ കിട്ടും. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഈ എന്തൊരു തന്നെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം കിട്ടിയില്ല. അവര് വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിംഗ് റോളുകളാണ് അദ്ദേഹത്തിന്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരും ക്ഷേമമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില സിനിമകളിൽ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്നു. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളായി മാറുക. ഞാൻ കുറേയേറെ സിനിമകൾ ഇടക്കിടക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, അതിൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് സിനിമ എല്ലാവരും പമ്പ് സെറ്റ്. അതായത് നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായി? ക്ഷണിക്കാൻ, പുത്തന്റെ ക്ഷണിക്കാൻ. നിങ്ങൾ ആരെയും കണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളിയായിട്ട് കളിച്ചിരിക്കുന്നത്.
ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരാളാണ് കാലം നേട്ടാക്കുന്നത്. അത് സൂട്ടൊക്കെ ഇടും, സൂട്ട് കേസിൽ 2 ചെരുപ്പമായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയാണ്. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും പേരും കൂടെ ഞാനാ നീയെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുണ്ട് ആൾക്കാർ. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമൊന്നല്ല. ഞാൻ ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നു. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ ഉണ്ട്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ അത്ര സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരുന്നു. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതുകൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കുക. അപ്പൊ വളരെ ഹാപ്പിയാണ്. പിന്നെ ജോൺ ചേട്ടന്റെ പരിപാടി അറിയാലോ, പിന്നെ ജോമോനുണ്ട്, നമ്മുടെ അഭിനന്ദൻ ചേട്ടൻ, നത്ത്, ഇവരെല്ലാവരും എന്നെ വിളിച്ചില്ലാന്നുള്ള സങ്കടം മാത്രം. ഞാൻ വിളിച്ചു വിളിച്ചായിരുന്നു, അറിഞ്ഞില്ല ഷൂട്ട് തുടങ്ങിയത്. ഞാൻ അടുത്ത പരിപാടിക്ക് എന്നെ എന്തായാലും വിളിക്കണം. പിന്നെ എസ്പെഷ്യലി ഈ പാട്ട് ചെയ്തത് ചേട്ടനാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആണോ അടിപൊളി. അപ്പൊ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് ജോർജ് വരെ പോയിട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും, പാട്ട് പാടുന്നതും ചെയ്യണൊക്കെ വളരെ അടിപൊളി പാട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഇല്ല ഞാൻ ടാറ്റ. പാട്ട് കൂടെ പാടും. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോടും ബാലിനി പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താരേ നീ വേറുമൊരു തൂവൽ കൊണ്ടുപോയി ചെറുമൊരു നോക്കു കൊണ്ടുവിടം ഒരു നേരത്തെ മുഖമേ വെണ്ണിപ്പിടയാതെ വേറുതേ മറുവാ
Thank you so much, everyone. ഒരു സ്റ്റാൻസ് ഔട്ട് ഉണ്ട്. അത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും ഈ വളരെ കെയോട്ടിക് ആയിട്ടുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും മെന്റൽ സാനിധ്യം അത്ര നല്ലതൊന്നുമല്ല എപ്പോഴും. എന്തൊക്കെയാണെങ്കിലും എവറിത്തിങ് വിൽ ബി ഓൾറൈറ്റ് എന്നൊരു പോളിസി മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നൂടെ തുടങ്ങാമേ ഒന്നൂടെ തുടങ്ങാമേ പിന്നെത്തിക്കാമേ ചൊളി മൂകലേറെ ഭംഗി പകരും അനുഭവരാധ ഛായതയും ഉദയാത തേജസിന്റെ മുഖമേ ഈ മണ്ണിൽ നീയാണു നീ. Thank you so much, everyone. കണ്ണോരം കണ്ണീരും മാനേരും നെഞ്ചോരം